തെങ്കര പഞ്ചായത്തിലെ തത്തേങ്ങലം 1-ാം വാർഡിലെ 50ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ. എൻ ഷംസുദ്ദീൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി പ്രയോജനപ്പെടാത്തതാണ് നാട്ടുകാരെ ദുരിതത്തിലാഴ്ത്തുന്നത്. 2020-21 വർഷത്തിൽ നിർമ്മിച്ച പദ്ധതിയിൽ കിണറും ടാങ്കും മോട്ടോറുമെല്ലാം സജ്ജമാണെങ്കിലും കിണറിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. കിണർ നിർമ്മാണത്തിനിടെ പാറ കണ്ടതിനെ തുടർന്ന് പ്രവൃത്തി പാതി വഴിയിൽ നിർത്തിയതാണ് ജലലഭ്യത കുറയാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഉണ്ടാക്കിയപ്പോ കിണർ കുത്തിയപ്പോ പാറയായിരുന്നു അടിയില്. അത് കാരണം കിട്ടുമ്പോ തന്നെ അത്ര തന്നെ കിട്ടുന്നുള്ളൂ വെള്ളം. ഇത് തുടങ്ങിയപ്പോ തന്നെ ഇതിൽ തന്നെ കിട്ടണുള്ളൂ. വെള്ളമില്ല കുടിക്കാൻ ഞങ്ങൾക്ക്. ഞാനാണത് നിറച്ചിട്ട് തുറന്നു വിടുന്നത്. അടിച്ചു വിടുന്ന ഈ വീട്ടിലെ വാപ്പുവൊക്കെ പറഞ്ഞൊരു കാക്കയാണ് നിറയ്ക്കുന്നത്. അത് തുറന്നു വിടും. ഞങ്ങളുടെ വീടിന്റെ അടുത്താവും കൊണ്ട് കുടിക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ വെള്ളം ഇല്ല. നിലവിൽ 11 റിങ്ങുകൾ സ്ഥാപിച്ചതിൽ പകുതിയിലധികവും മൺനിരപ്പിന് മുകളിലാണ്. 10 മിനിറ്റിൽ കൂടുതൽ മോട്ടോർ അടിച്ചാൽ കിണറ്റിലെ വെള്ളം തീരുന്ന അവസ്ഥയാണ്. റിങ് സ്ഥാപിക്കുന്നതിന് മുൻപ് പാറ പൊട്ടിക്കാനുള്ള ചെറിയ ശ്രമം നാട്ടുകാർ നടത്തിയെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയാവുമെന്നതിനാൽ ഒരു ദിവസം മാത്രമാണ് പ്രവൃത്തി നടത്തിയത്. ആവശ്യമായ വെള്ളം ലഭിക്കാത്തത് സംബന്ധിച്ച് അധികൃതരെ അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്. അത് 5 വർഷം മുൻപ് 20-21 കാലങ്ങളിൽ അനുവദിച്ചതാണ്. അത് അനുവദിച്ചിട്ട് 3-4 വർഷം കഴിഞ്ഞെങ്കിലും വെള്ളം ഇപ്പോഴും ഇല്ല. കിണറും അതിനുള്ള പൈപ്പും ടാങ്കും എല്ലാം ഉണ്ട്. കിണറിൽ ഉറവില്ല. അടിയിൽ പാറ കണ്ടപ്പോൾ അവർ പാറയുടെ മുകളിൽ നിന്ന് മുകളിലേക്ക് പണിയെടുത്ത് ആ കരാറും പ്രകാരമുള്ള ഹൈറ്റും റൗണ്ടും സ്ഥാപിച്ച് ഇട്ട് പോയി. പക്ഷെ വെള്ളം അരമണിക്കൂർ വെള്ളം പോലും, ഒരു റിങ് വെള്ളം പോലും അതിനകത്ത് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെയുള്ള കുടുംബം 52 വീട്ടിലേക്കുള്ള വെള്ളമാണിത്. പക്ഷേ 15 മിനിറ്റ് കൂടുതൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. വെള്ളം വറ്റിപ്പോവുകയാണ്. അതിനുവേണ്ടി ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പല ഭാഗങ്ങളിലേക്കും അപേക്ഷകൾ കൊടുത്തു. പഞ്ചായത്തിലേക്ക് കൊടുത്തു, MLAക്ക് കൊടുത്തു. MLAയുടെ ഫണ്ടുമാണ്. MLAക്ക് കൊടുത്തു, വിജിലൻസ് കൊടുത്തു. എല്ലാവരും നോക്കുകയൊക്കെ ചെയ്തു. അവരോരോ കാരണം പറഞ്ഞ് പോയതല്ലാതെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ സമയമായി കഴിഞ്ഞാൽ, വേനലായി കഴിഞ്ഞാൽ 2-3-4 മാസത്തേക്ക് കുടിവെള്ളം നല്ല ക്ഷാമമാണ്. ഫോറസ്റ്റിൽ നിന്ന് പൈപ്പിട്ടാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ പുറത്തുള്ള വെള്ളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുന്നു. നിലവിൽ 2 കിലോമീറ്റർ അകലെയുള്ള മലഞ്ചെരുവിലെ ചോലയിൽ നിന്ന് പൈപ്പുകൾ വഴിയാണ് പലരും വെള്ളം എത്തിക്കുന്നത്. വന്യമൃഗങ്ങൾ പൈപ്പുകൾ തകർക്കുന്നതും പതിവാണ്. സ്വന്തമായി കിണർ കുഴിച്ചവർക്കും വേനൽക്കാലത്ത് ജലനിരപ്പ് താഴുന്നത് തിരിച്ചടിയാകുന്നു. ലക്ഷങ്ങൾ ചിലവിട്ട സർക്കാർ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കി തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് തത്തേങ്ങലം നിവാസികളുടെ ആവശ്യം. CCN മണ്ണാർക്കാട്.